നമസ്കാരം. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടണം. അപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഈ പണി ഞാൻ നിർത്തുകയാണ്. ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാം. പോയിട്ട് കൊച്ചിനെ സ്കൂളിൽ 8:30 ആകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവിടണം. അപ്പം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാളെ വിടണമായിരുന്നു. അപ്പം അവരെ വിട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ ആപ്പ് ഓഫ് ചെയ്തു. ഇനിയിപ്പം ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ്. ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടുവിടുക, നമ്മുടെ ജോലി എപ്പോഴാണ് ആ സമയത്ത് കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്തുള്ള ജോലി നമ്മൾ മാക്സിമം ചെയ്യുക. ഒരാൾ പെർമനൻറ്റ് ജോബ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഫ്ലെക്സിബിൾ ജോബ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഏരിയയിലോട്ട് പോവുകയാണ്. ഇനി ഓട്ടോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി ആപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളും റോഡുകളൊക്കെ കാണിക്കാം. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മുടെ ഏരിയയും ഒക്കെ കാണിക്കാൻ വേണ്ടി. ഇവിടെ 8 o'clock കഴിഞ്ഞാൽ സ്കൂൾ ഏറിയാണെങ്കിൽ നമുക്ക് പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം 80K റോഡാണ്, നമുക്ക് 80-ൽ പോകാം. ഇപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പം 40-ൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ പയ്യെ നമുക്ക് നമ്മുടെ മീൻസ് റോഡൊക്കെ ഫുള്ള് വണ്ടികളും തിരക്കൊക്കെ ആയിരിക്കും. അതുപോലെ പെഡസ്ട്രിയൻ ലൈനൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിട്ടതിന് ശേഷമേ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എത്ര തിരക്കായാലും പെഡസ്ട്രിയൻസിനാണ് ഇവിടെ പ്രിഫറൻസ് ഉള്ളത്. അവർ പോയതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ അവരെ സ്കൂൾ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു വാളണ്ടിയർ കാണും. അവർ സ്റ്റോപ്പിൻ്റെ സൈനെ പിടിച്ച് അവിടെ നിൽക്കും. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. അവർ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ പോയതിന് ശേഷം, ഇപ്പോൾ ഒരു കുട്ടിയായാലും ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിസ്റ്റമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 40-ൽ ഇനിയിപ്പോൾ 40-ൽ പോകാൻ പറ്റത്തുള്ളൂ. സ്കൂൾ ഏറിയാണ്. വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് പിന്നെ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും നമ്മുടെ ഏത് വണ്ടി ആരാ എന്താ ഉള്ളത്. അത് പിന്നെ നമ്മുടെ ലൈസൻസ് കട്ടാവാനും ലൈസൻസിൻ്റെ ബ്ലാക്ക് മാർക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ ആ പോയിൻ്റുകൾ കുറയും. ഒരു വർഷത്തിൽ ഇത്ര പോയിൻ്റ് ആവാമെന്നേ ഉള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. എങ്ങനെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ വലിയ പാടാണ് ഇതിന് പറ്റിക്കഴിഞ്ഞാൽ. രാവിലെ പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തിരക്കോ ട്രാഫിക്കോ ഒന്നും കാണത്തില്ല. പക്ഷെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇപ്പം കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് വേണം പിന്നെ എനിക്ക് പിന്നെ അതിന് ശേഷം പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് എങ്ങനെ ഇത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടാനൊന്നും പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന സമയം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓടുക.
അപ്പോൾ ഇവിടെ എല്ലാം ഈ സിഗ്നലൊക്കെയാണ് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഒരുപാട് നേരം ഇല്ല, എന്നാലും കുഴപ്പമില്ല. സിഗ്നൽ ഓണായി, ഓഫായി. നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പം അവളെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും. അപ്പം അതുവരെ പറ്റുമെങ്കിൽ ഓടും. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ റൂമിൽ പോകും. വേറെ ഇഷ്യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓടും. ചെയ്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കുള്ള ദിവസമല്ലേ, അപ്പം ഉള്ള തിരക്ക് സമയമുള്ളപ്പോൾ പോയി മാക്സിമം ഓടുക. ഇന്ന് പിന്നെ നമുക്കൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ള ഓട്ടങ്ങളൊക്കെ കിട്ടും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ വള്ളിക്കെട്ട് കേസുകളൊക്കെ ഇന്ന് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള ദിവസങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ വീക്കെൻഡൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത്. ചിലർ അവരുടെ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് വേറെ ഡെസ്റ്റിനേഷൻ പോകാൻ പറയും. ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്, ഇറിറ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചിലർ നമ്മൾ ഇപ്പം മെയിൻ റോഡിൽ തന്നെ വിട്ടാൽ ചിലർക്ക് ഉള്ളിലോട്ട് തന്നെ അവരുടെ കാർ പോർഷൻ്റെ ഉള്ളിലോട്ട് തന്നെ വിടണമെന്നൊക്കെ ഒരു ഇതുണ്ട്, ഷാർട്ടിങ് കാണിക്കുന്നവരുണ്ട്. എല്ലാവരും ഇല്ല, ചില ആൾക്കാർ നമ്മൾ ഫ്രണ്ട്, അതായത് റോഡ് സൈഡിൽ അവരെ ഇറക്കി വിടുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ പറയാം ഉള്ളിലോട്ട് വേണം. അവർ റൂഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്, അത് നമുക്ക് അറിയാം. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഇതിനകത്തുള്ളതാണ്. പിന്നെ ചിലവരുണ്ട്, നമ്മൾ ചില സിറ്റുവേഷനിൽ ആൾക്കാർ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് തന്നെ അവർ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. പിന്നെ അവർ പറയും ഇതിലേ അതിലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയറക്ഷനൊക്കെ തരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഇവരെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നമ്മൾ ട്രിപ്പ് എടുത്തിട്ടിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഇവർ പറയുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പം അടുത്ത ബുക്ക് ചെയ്ത കസ്റ്റമർ അവരവിടെ വെയിറ്റ് ചെയ്യാണ്. അവർക്ക് ഇത്ര മിനിറ്റിനുള്ളിൽ നമ്മളവിടെ ചെല്ലുമെന്ന് അവർക്കറിയാം. പക്ഷേ അപ്പോൾ അവർക്ക് സമയത്ത് പോകേണ്ട സമയം കഴിയും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുണ്ട്, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരും. നമുക്കങ്ങനെ അധികമൊന്നും ഇവരോടൊന്നും അങ്ങനെ സംസാരിക്കാനും പക്ഷെ പറയാം, ഇത് നിൻ്റെ ഡെസ്റ്റിനേഷൻ നീ ഓൾറെഡി ക്യാൻസൽ ചെയ്തു, എനിക്ക് അടുത്ത ജോബ് കിട്ടി എനിക്ക് പോകണമെന്നൊക്കെ പറയാം. പക്ഷേ ചിലവരൊന്നും അങ്ങനെ അത് അത്ര വലിയ ഇതായിട്ട് കാണത്തില്ല. അവർ സിമ്പിളായിട്ട് അവർ പറയും ക്യാഷ് തരാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഊബറിന് മനസ്സിലാക്കാൻ പറ്റും. ഊബറിപ്പോൾ നമ്മളിപ്പോൾ എവിടെ കസ്റ്റമറെ ഏത് ഡെസ്റ്റിനേഷനിലാണ് വിട്ടത്, അല്ലെങ്കിൽ അവരെ വിടേണ്ടടുത്താണ് വിട്ടതെന്നെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. അവരതനുസരിച്ചാണ് അവരുടെ ആ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കൊന്നും കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവരെ വിടേണ്ടടുത്ത് വിടുക. പിന്നെ ചില കസ്റ്റമർ ചിലപ്പം കുറച്ച് 100-200 മീറ്റർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. അത് കുഴപ്പം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നൂലാമാലകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പം ഏത് ജോലി ആയാലും കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു വള്ളിക്കെട്ടുകൾ കാണുമല്ലോ. അപ്പം അത് ആ രീതിയിൽ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അധികം ഈ പറഞ്ഞ കസ്റ്റമർക്കോ അല്ലെങ്കിൽ വണ്ടി കയറുന്നവർക്കൊന്നും നമ്മുടെ ഭാഗത്തൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ സൂക്ഷിക്കുക. അത് അത്രേ ഉള്ളൂ. അപ്പം സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം. ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ടാണ് ഇപ്പോൾ അത്ര വലിയൊരു ഇത് കാണാത്തത്. പക്ഷേ നല്ല കാലാവസ്ഥയൊക്കെയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഇപ്പോൾ അതിപ്പം ഏത് പൊട്ട ഫോണിൽ എടുത്താലും നമുക്ക് നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇവിടുത്തെ. കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ പൊല്യൂഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇവിടുത്തെ എവിടെ ആയാലും പച്ചപ്പാണ്, ഗ്രീനറിയാണ്, ഒരുപാട് ലോൺസ് ഉള്ള ഏരിയ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. രാവിലെ സ്കൂൾ ടൈം ആയതുകൊണ്ട് തിരക്കൊക്കെ ആയി തുടങ്ങി. രാവിലെയൊക്കെ ആകുമ്പോൾ ഇത്രയും തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നല്ല തിരക്കായിരിക്കും. റൗണ്ട് ബോട്ടിലെ മെയിൻ റോഡിലെല്ലാം നല്ല തിരക്കായിരിക്കും. വണ്ടികൾ എതിലെ വരുന്നത് പോലും പറയാൻ പറ്റത്തില്ല, അതുപോലുള്ള തിരക്കായിരിക്കും. ഇനിയിപ്പം ഈ 8 to 9:30 വരെ.
ഉണ്ട്. ഈ ഭാഗമൊക്കെ ഈ നല്ല നല്ല വെതറാണ്. ഈ ഭാഗമൊക്കെ നല്ല കാണാൻ നല്ല ഒരു ഭാഗമാണ് ഇപ്പം ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ. ഇപ്പം പിന്നെ ഇപ്പം ഈ ഇലകളൊക്കെ പൊഴിയുന്ന സമയം, റോഡുകളെല്ലാം ഫുള്ള് കരിയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിഗ്നലൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ചിലപ്പോൾ സിഗ്നൽസ് അപകടം ഉണ്ടാവാൻ ചെറിയ ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പം മഞ്ഞ കത്തിയാലും ചിലപ്പം ജസ്റ്റ് കുറച്ച് ഫ്രണ്ടോട്ട് പോകും. പിന്നെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ചുവമ്പായിട്ട് പെട്ടെന്ന് ചവിട്ടി ഇടും. അപ്പം നമ്മൾ ആ പെഡസ്ട്രിയൻ ലൈനിലായിരിക്കും വണ്ടി ഇട്ടേക്കുന്നത്. അപ്പം ആ വണ്ടി നമ്മൾ അപ്പം അത് തെറ്റാണ്. കാരണം വെച്ചാൽ അപ്പം പെഡസ്ട്രിയൻസ് വരുവാണെങ്കിൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മൾ മാക്സിമം പെട്ടെന്ന് പുറകിൽ വണ്ടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ബാക്കിലോട്ട് ഇടുക. അപ്പം ഈ റിവേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ മറന്നു പോകരുത്. കാരണം വെച്ചാൽ വീണ്ടും അടുത്ത ഡ്രൈവിങ്ങിലുള്ള ഗിയർ ഇടാൻ മറന്നു പോകരുത്. അത് വലിയൊരു അപകടം. എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ആദ്യ സമയങ്ങളിലൊക്കെ. പക്ഷേ ഇവിടെ പിന്നെ ബാക്കിലുള്ള വണ്ടി ഇത്ര ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വലിയൊരു അപകടമാണ്. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്കൊക്കെ അത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം വെച്ചാൽ നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് നമ്മൾ ആ പെഡസ്ട്രിയൻ ലൈനിലേക്ക് വണ്ടി കൊണ്ട് നിർത്തേക്കുന്നത്. അത് തെറ്റാണ്. പെഡസ്ട്രിയൻകാർക്ക് വേണ്ടി നമ്മൾ മാക്സിമം വണ്ടി റിവേഴ്സ് തന്നെ എടുത്ത് ബാക്കിലോട്ട് തന്നെ വണ്ടി ഇടണം. പക്ഷേ ആ റിവേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ അറിയാതെ അങ്ങനെ നിൽക്കരുത്. സിഗ്നൽ പെട്ടെന്ന് ഓണാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊടുക്കും. പക്ഷേ വണ്ടി പോകുന്നത് ബാക്കിലോട്ടായിരിക്കും. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പറ്റുന്ന അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ നമ്മുടെ ഓർമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നേ ഉള്ളൂ. അത് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ പുതിയ ആൾക്കാർ, അത് പുതിയ ഈ ഭാഗങ്ങളിലൊക്കെ, അതായത് ഏത് സ്ഥലത്തായാലും പുതിയതായിട്ട് പോകുന്നിടത്ത് പുതിയ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലായാലും അങ്ങനെ ഇപ്പം പെഡസ്ട്രിയനിൽ കൊണ്ട് വെച്ച് ചവിട്ടി നിർത്തിയാലും അത് അവിടെ വലിയ ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ അത് സ്ട്രിക്റ്റാണ്. അത് അങ്ങനെ നമുക്ക് നിൽക്കാനോ ചെയ്യാനോ പറ്റത്തില്ല. അപ്പം അത് മാക്സിമം നമ്മൾ എപ്പോഴായാലും ശ്രദ്ധിക്കുക. റിവേഴ്സ് ഇപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ചില റോഡുകളിലായിരിക്കും അപ്പോൾ അറിയാം നമ്മൾ റിവേഴ്സ് കുറച്ച് ബാക്കിലോട്ട് ഇടേണ്ടി വരും. പക്ഷേ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റിക്കോണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സൂക്ഷിക്കുക, ഡ്രൈവ് ചെയ്യുന്നതിനെല്ലാം സൂക്ഷിക്കുക. എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ ഒരു അപകടം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അത് ഓടിക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും. നിയമവും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഓടിക്കുക. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. അങ്ങനെ ആരും എല്ലാവരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും. എത്ര വലിയ ഡ്രൈവേഴ്സ് ആയാലും അബദ്ധങ്ങൾ പറ്റും. പക്ഷേ സൂക്ഷിക്കുക. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഏകദേശം അടുക്കാറായി. ഇച്ചിരി ഒരു ചെറിയ സിറ്റി ഏരിയയാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നമുക്ക് പോയാൽ മതി. അപ്പോൾ വീടൊന്നും ആയിട്ടില്ല, റെൻ്റാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാറായി. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോകളുമായി, ഇങ്ങനെയുള്ള പുതിയ സ്ഥലങ്ങളും റോഡുകളും കാഴ്ചകളുമായിട്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.